ഹായ് ഓൾ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സീക്രട്ട് എന്ന രഹസ്യത്തിൻ്റെ രത്ന ചുരുക്കത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ മേൽ ആധിപത്യം ഉറപ്പിക്കാനുള്ള ഒരു വഴി മനസ്സിനെ ശാന്തമാക്കാൻ പഠിക്കുക എന്നതാണ്. നമ്മൾ ധ്യാനം പരിശീലിക്കുക. രഹസ്യം കണ്ടെത്തുന്നതുവരെ ധ്യാനത്തിൻ്റെ ശക്തി എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ധ്യാനം മനസ്സിനെ ശാന്തമാക്കുന്നു, ചിന്തകളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു, ശരീരത്തെ പുനരുത്തേജിപ്പിക്കുന്നു. ഇതിലൊരു സന്തോഷകരമായ കാര്യം നിങ്ങൾ ധ്യാനത്തിന് വേണ്ടി മണിക്കൂറുകൾ മാറ്റിവെക്കേണ്ട കാര്യമില്ല എന്നതാണ്. ഒരു തുടക്കമെന്ന നിലയ്ക്ക് ദിവസത്തിൽ 3 മുതൽ 10 മിനിറ്റ് വരെ മതി. നിങ്ങളുടെ ചിന്തകൾക്ക് മേൽ നിയന്ത്രണം ലഭിക്കുന്നതിനുള്ള അസാമാന്യ ശക്തി ലഭിക്കാൻ ഇത് മതിയാകും. നിങ്ങളുടെ ചിന്തകളെക്കുറിച്ച് ഉണർവുണ്ടാകാൻ വേണ്ടി എൻ്റെ ചിന്തകളുടെ അധിപൻ ഞാനാണ് എന്ന ഒരു ലക്ഷ്യം നിങ്ങൾക്ക് നിശ്ചയിക്കാം. അത് ആവർത്തിച്ച് നിങ്ങൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. അതിനെ മനസ്സിൽ വെച്ച് ധ്യാനിക്കുക. ആ നിശ്ചയത്തെ മനസ്സിൽ ഉറപ്പിക്കുമ്പോൾ ആകർഷണ നിയമം അനുസരിച്ച് നിങ്ങൾ സ്വയം അതായിത്തീരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ അറിവ് കൊണ്ട് നിങ്ങളുടെ വിശിഷ്ടമായൊരു പതിപ്പ് നിർമ്മിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതിനുള്ള സാധ്യത നിങ്ങളുടെ ഏറ്റവും വിശിഷ്ടമായ പതിപ്പ് എന്ന തരംഗദൈർഘ്യത്തിൽ നിലവിലുണ്ട്. എന്തായിത്തീരണം, എന്ത് ചെയ്യണം, എന്ത് നേടണം എന്ന് തീരുമാനിക്കുക. ആ ചിന്തകൾ മനസ്സിൽ രൂപീകരിക്കുക. ആ തരംഗം നിങ്ങൾ പ്രസരിപ്പിക്കുക. നിങ്ങളുടെ സ്വപ്നദർശനം നിങ്ങളുടെ ജീവിതമായി വരും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ മഹത്തായ രഹസ്യമാണ് ആകർഷണ നിയമം, ലോ ഓഫ് അട്രാക്ഷൻ. സമാനമായവ തമ്മിൽ ആകർഷിക്കുമെന്ന് ആകർഷണ നിയമം പറയുന്നുണ്ട്. അതിനാൽ നിങ്ങൾ എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ സമാനമായ ചിന്തകളെ നിങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാന്തിക ശക്തിയുണ്ട്. ചിന്തകൾക്ക് നിശ്ചിത തരംഗദൈർഘ്യമുണ്ട്. നിങ്ങൾ ചിന്തിക്കുമ്പോൾ അവ പ്രപഞ്ചത്തിലേക്ക് പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു. അവ അതേ തരംഗദൈർഘ്യത്തിലുള്ള സമാനമായവയെ എല്ലാം ഒരു കാന്തം പോലെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നു. പ്രക്ഷേപണം ചെയ്യപ്പെടുന്നതെല്ലാം ഉത്ഭവസ്ഥാനത്തേക്ക്, നിങ്ങളിലേക്ക്, സ്വയം നമ്മിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. നിങ്ങൾ ചിന്തകളുടെ തരംഗങ്ങൾ പ്രസരിപ്പിക്കുന്ന ഒരു മനുഷ്യ പ്രക്ഷേപണ ടവർ പോലെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ആദ്യം ചിന്തകളിൽ മാറ്റം വരുത്തുക. അതുവഴി തരംഗദൈർഘ്യം മാറ്റുക. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകളാണ് നിങ്ങളുടെ ഭാവി ജീവിതം നിർമ്മിക്കുന്നത്. നിങ്ങൾ എന്തിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നുവോ, എന്തിൽ നിങ്ങളുടെ മനസ്സ് കേന്ദ്രീകരിക്കുന്നുവോ, അത് നിങ്ങളുടെ ജീവിതമായി പ്രത്യക്ഷമാകും. നിങ്ങളുടെ ചിന്തകൾ സ്വയം വസ്തുക്കളായി മാറുന്നു. അതിനാൽ നാം ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ചില നിയമങ്ങളുണ്ട്. ഗുരുത്വാകർഷണ നിയമം എന്നതുപോലെ നിങ്ങളൊരു കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയാണെന്നിരിക്കട്ടെ. ഒരു നല്ലയാളോ ദുഷ്ടനോ ആവട്ടെ, നിങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുക തന്നെ ചെയ്യും. ആകർഷണ നിയമം എന്നത് ഒരു പ്രകൃതി നിയമമാണ്. ഗുരുത്വാകർഷണ നിയമം പോലെ തന്നെ അത് നിഷ്പക്ഷവും സർവ്വസമാനവും ആണ്. അത് സൂക്ഷ്മമാണ്, കൃത്യതയാർന്നതുമാണ്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളുടെ ഉപബോധ മനസ്സിന്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവറിനെ കുറിച്ചാണ്. നമുക്ക് തന്നെ നമ്മളുടെ ജീവിതം മാറ്റാനുള്ള ഏറ്റവും വലിയ ശക്തിയും കഴിവും നമ്മുടെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി നമ്മളുടെ ലൈഫിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മളുടെ ലൈഫ് തന്നെ മാറി മറിയാൻ തുടങ്ങും. എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ബൈ ബൈ, ടേക്ക് കെയർ.